പ്രിയപ്പെട്ടവരെ, നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. പരീക്ഷയും അടുത്തെത്തിക്കഴിഞ്ഞു. നമുക്കിന്നൊരു പുതിയ പാഠഭാഗം നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായ ബെന്യാമിൻ്റെ ആടുജീവിതത്തിലെ ഒരു ഭാഗമാണ് പിറന്ന നാട് വിട്ടവർ. ബെന്യാമിൻ മലയാളത്തിലെ ഒരു പ്രധാനപ്പെട്ട എഴുത്തുകാരൻ തന്നെയാണ്. ഒരു ചെറുകഥാകൃത്താണ്, നോവലിസ്റ്റാണ്. പത്തനംതിട്ടയാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം. അഭിഷകിൻ, പ്രവാചകന്മാരുടെ രണ്ടാം പുസ്തകം, അക്കപ്പോരിൻ്റെ 20 നസ്രാണി വർഷങ്ങൾ, ആടുജീവിതം, മഞ്ഞവയിൽ മരണങ്ങൾ, അൽ അറേബ്യൻ നോവൽ ഫാക്ടറി, മുല്ലപ്പൂ നിറമുള്ള പകലുകൾ, തരകൻ ഗ്രന്ഥാവലി എന്നീ നോവലുകളും, പെൺമാറാട്ടം, EMSഉം പെൺകുട്ടിയും, മനുഷ്യൻ, സഹജീവി എന്നീ കഥാസമാഹാരങ്ങളും, ഇരുണ്ട വനസ്ഥലികൾ, അനുഭവം, ഓർമ്മയാത്ര, ഒറ്റമരത്തണൽ, ഗ്രീൻ സോണിന് വെളിയിൽ നിന്ന് എഴുതുമ്പോൾ, ഇരട്ടമുഖമുള്ള നഗരം എന്നീ കൃതികളും അദ്ദേഹത്തിൻ്റെ സംഭാവനകളാണ്. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, അതുപോലെ തന്നെ വയലാർ അവാർഡ് മുതലായ അംഗീകാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. ആടുജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, പ്രവാസത്തിൻ്റെ തീക്ഷ്ണാനുഭവങ്ങൾ രചിച്ചിടുന്ന മലയാളത്തിലെ ശ്രദ്ധേയമായൊരു നോവലായിരുന്നു ആടുജീവിതം. നിറപ്പകിട്ടുള്ള പ്രവാസാനുഭവങ്ങൾക്ക് പകരം ഞെട്ടിക്കുന്ന ദുരന്താനുഭവങ്ങളാണ് ഈ നോവലിനെ നമ്മളെ ആകർഷിച്ചത്. നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ് എന്ന വാക്കുകൾ ഈ നോവൽ സാധൂകരിക്കുന്നു. കെട്ടുകഥകളെ വെല്ലുന്നതാണ് ഈ നോവലിലെ പ്രധാന കഥാപാത്രമായ നജീബിൻ്റെ അനുഭവങ്ങൾ. എന്നുകൂടി പറഞ്ഞാൽ, നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ് എന്ന വാക്കുകൾ ഈ നോവൽ സാധൂകരിക്കുന്നു. കെട്ടുകഥകളെ വെല്ലുന്നതാണ് ഈ നോവലിലെ പ്രധാന കഥാപാത്രമായ നജീബിൻ്റെ അനുഭവങ്ങൾ. ആടുജീവിതം എന്ന നോവലിലെ 3-ാം അധ്യായമാണ് നമുക്ക് പഠിക്കാനുള്ള പിറന്ന നാട് വിട്ടവർ. ഈ നോവലിൻ്റെ കഥാസംഗ്രഹം ഒന്ന് നമുക്ക് നോക്കാം. സുമേസി എന്ന പേരുള്ള ജയിലിലാണ് നജീബും ഹമീദും എത്തിയിരിക്കുന്നത്. ഈ ജയിലിലെ ഭക്ഷണ സമയങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് നമസ്കാര സമയങ്ങളുമായി ബന്ധപ്പെടുത്തിയായിരുന്നു. സുബൈ നമസ്കാരം സമയത്ത് ഒരു ഗ്ലാസ് പാല്, 9 മണിയാവുമ്പോൾ പ്രഭാത ഭക്ഷണം ലഭിക്കും. ഇഷ്ടം പോലെ കയറി ഇറങ്ങി കഴിക്കാം. ചായ, കുബൂസ്, ദാൽ കറി ഇവയായിരുന്നു പ്രഭാത ഭക്ഷണം. ഉച്ചക്ക് 12 മണിയാവുമ്പോഴേക്കും, ലുഹർ സമയമാവുമ്പോഴേക്കും കബ്സ എന്ന് പറയുക, അല്ലെങ്കിൽ മജ്ബൂസ് എന്ന് പറയുന്ന ഒരുതരം അറബി ബിരിയാണിയാണ് കൊടുക്കുന്നത്. കോഴി, ആട്, ഒട്ടകം ഇവയൊക്കെ ഇട്ട് വേവിച്ച പ്രത്യേകം ബിരിയാണികളാണ് ഓരോ ദിവസവും ലഭിച്ചിരുന്നത്. ആട്ടിറച്ചി ഇട്ട് ബിരിയാണി വെക്കുന്ന ദിവസം അത് നജീബ് കഴിച്ചിരുന്നില്ല. സുമേസി ജയിൽ തടവുകാർക്ക് എല്ലാവിധത്തിലുള്ള സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നു. കടുത്ത ക്രിമിനൽ കുറ്റം ചെയ്തവർ വേറെ ജയിലിലോ ബ്ലോക്കിലോ ആയതാവും ഇതിന് കാരണമെന്ന് നജീബ് കരുതുന്നു. മാനസിക സമ്മർദ്ദമില്ലാതെ കഴിഞ്ഞ ദിവസങ്ങളായിരുന്നു സുമേസി ജയിലിൽ കടന്നുപോയത്. സമയത്തിന് ഭക്ഷണം കഴിക്കുക, നമസ്കരിക്കുക, ആവശ്യത്തിനും അതിലധികവും ഉറങ്ങുക, വെറുതെ ചിന്തിക്കുക, വേണ്ടത്ര വർത്തമാനം പറയുക, ജീവിതത്തെപ്പറ്റി പുതിയത് വല്ലത് മോഹിക്കുക, ഇതൊക്കെയായിരുന്നു നജീബിൻ്റെ ജയിലിലെ പതിവുകൾ. അവിടെ കുളിക്കാനുള്ള സൗകര്യമില്ലായ്മയെക്കുറിച്ചായിരുന്നു ഹമീദിൻ്റെ ഒരേ ഒരു പരാതി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ദേഹത്ത് വല്ലാതെ വിയർപ്പൊട്ടുന്നതിനെക്കുറിച്ചും ദുർഗന്ധം ഇടുന്നതിനെപ്പറ്റിയും അവൻ സ്വയം പഴി പറയുന്നത് കേട്ടു. അപ്പോൾ നജീബ് ഉറക്കെ തന്നെ ചിരിച്ചു. പിന്നെ ഞാൻ എൻ്റെ വിരലിൽ കണക്ക് കൂട്ടി. 3 വർഷം 4 മാസം 9 ദിവസം. അതോർത്ത് ഞാൻ വീണ്ടും കുലുങ്ങി ചിരിച്ചു. ഒരു പക്ഷേ അന്നേരം ഹമീദിന് പോലും എൻ്റെ ചിരിയുടെ അർത്ഥം പിടികിട്ടിക്കാണില്ല. മസറയിലെ ആ ദുർദിനങ്ങളിൽ ഒരു ദിവസം പോലും നജീബിനെ കുളിക്കാൻ അനുവദിച്ചിരുന്നില്ല. ഇനി ഇത്തിരി വെള്ളമെടുത്താൽ ഭയങ്കരമായ ശിക്ഷയായിരുന്നു അവൻ്റെ അറബി നൽകിയിരുന്നത്. അത് ഓർക്കുമ്പോൾ ഉള്ള വേദന നജീബിന് ഇപ്പോഴും മറന്നിട്ടില്ല. ജയിലിലെത്തപ്പെട്ട ഓരോരുത്തർക്കും ഓരോരോ കഥകളുണ്ടായിരിക്കും. വേദനയുടെ, സങ്കടത്തിൻ്റെ, കഷ്ടപ്പാടിൻ്റെ, കണ്ണീരിൻ്റെ, നിരപരാധിത്വത്തിൻ്റെ, നിസ്സഹായതയുടെ കഥകൾ. മറ്റുള്ളവരുടെ സങ്കടങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ
എൻ്റെ ജീവിതവും സങ്കടങ്ങളും വളരെ ചെറുതാണെന്ന് നജീബിന് തോന്നിപ്പോകുന്നു. നജീബിനെ തുടർ ജീവിതത്തിലേക്ക് നയിച്ചത് ആ ജയിലിൽ നിന്ന് കേട്ട കഥകൾ തന്നെയായിരിക്കണം. ഞാൻ എൻ്റെ സങ്കടം താങ്ങാനാവാതെ ആത്മഹത്യ ചെയ്തേനെ എന്ന് നജീബ് പറയുന്നുണ്ട്. ഏതു സങ്കടത്തിൽ നിന്നും കരകയറാനുള്ള ഒരേയൊരു വഴി നമ്മളെക്കാൾ സങ്കടമുള്ളവരുടെ കഥകൾ കേൾക്കുക എന്നത് തന്നെയാണ്. നജീബ് അത്തരത്തിൽ ധാരാളം ആളുകളുടെ കഥകൾ അവിടെ നിന്ന് കേട്ടു. അവരുടെ വേദനയുടെ കഥകൾ, സങ്കടത്തിൻ്റെ കഥകൾ, കഷ്ടപ്പാടിൻ്റെ കഥകൾ, ഇങ്ങനെ നിരവധി കഥകൾ അദ്ദേഹം കേട്ടു. ജയിലിൽ ആട്ടിറച്ചി വിളമ്പുന്ന ദിവസം ആദ്യകാലങ്ങളിൽ നജീബ് ഒന്നും കഴിച്ചിരുന്നില്ല. പിന്നീട് നേരത്തെ ചോദിച്ചു വെക്കും. ആട്ടിറച്ചിയാണ് വിളമ്പുന്നതെന്ന് അറിഞ്ഞാൽ ആഹാരത്തിൻ്റെ അടുത്തേക്ക് പോലും അവൻ പോയിരുന്നില്ല. ചായയും ബിസ്ക്കറ്റും ഒക്കെ അവൻ കഴിക്കും. രാത്രി ആഹാരത്തിനും കുബൂസും ആട്ടിറച്ചിയുമാണെങ്കിൽ നജീബ് മാറിയിരിക്കും. വലിയ വിശപ്പുണ്ട് മാത്രം കുബൂസ് പച്ചവെള്ളത്തിൽ മുക്കി നജീബ് കഴിക്കും. ആഴ്ചയിൽ ഒരിക്കൽ ജയിലിൽ ഒരു തിരിച്ചറിയൽ പരേഡുണ്ട്. തങ്ങളുടെ പിടിയിൽ നിന്ന് ഓടിപ്പോയവരെ കണ്ടെത്താൻ അറബികൾ എത്തുന്ന ദിവസമാണ്. അറബികൾ ജയിൽ സന്ദർശിക്കുന്നു. തങ്ങളിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട ജോലിക്കാരെ തിരിച്ചു പിടിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പരേഡുകൾ നടത്തുന്നത്. രക്ഷപ്പെട്ട് ഓടിയവനെ കണ്ടെത്തിയാൽ അറബി ചെകിട്ടത്തടിക്കുകയും ബൽറ്റൂരി പ്രഹരിക്കുകയും ചെയ്യും. അറബി പോലീസുകാർ ഇതെല്ലാം നോക്കി നിൽക്കുകയേ ഉള്ളൂ. പച്ചക്കള്ളങ്ങൾ നിരത്തി അറബി അവനെ വലിച്ചിഴച്ചു കൊണ്ടുപോകും. കൊല്ലാൻ കൊണ്ടുപോകുന്ന അറവുമാടിൻ്റെ ദൈന്യതയാവും അപ്പോൾ അവൻ്റെ മുഖത്തുണ്ടാവുക. ഈ അറബിമാർക്ക് ഒരു ദയയും ദാക്ഷിണ്യവും ഇല്ലാത്തവരാണ്. അവർ എൻ്റെ പണം മോഷ്ടിച്ചിട്ടാണ് ഓടിപ്പോയത്, എൻ്റെ മകളെ ബലാത്സംഗം ചെയ്തിട്ട് ഓടിപ്പോയതാണ്, എന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്നിങ്ങനെ പച്ചക്കള്ളങ്ങൾ അവർ ചുമത്തുകയും അങ്ങനെ അവിടെ നിന്ന് വലിച്ചിഴച്ചായിരിക്കും ഈ ആളുകളെ അവർ കൊണ്ടുപോകുന്നത്. പരേഡ് ദിവസം ബ്ലോക്കിൽ ആകെ മൂകതയായിരിക്കും. ഉച്ചഭക്ഷണം വരെ നീണ്ടു നിൽക്കുന്ന 2 മണിക്കൂറിനുള്ളിൽ 100 കണക്കിന് അറബികൾ പരേഡ് ലൈനിലൂടെ കടന്നു പോകും. ആദ്യ ദിവസങ്ങളിലൊക്കെ നജീബിനും ഹമീദിനും വലിയ ഭയമായിരുന്നു ഈ പരേഡ്. 2 മാസക്കാലം കഴിഞ്ഞതോടെ പേടി മാറി എന്നു മാത്രമല്ല, വരിയിൽ നിൽപ്പ് അവർക്കൊരു രസവും കൗതുകകരവുമായി തീർന്നു. അങ്ങനെ 2 മാസക്കാലത്തോളമായി നജീബും ഹമീദും ഇപ്പോൾ ജയിലിൽ കഴിയുകയാണ്. ആ പരേഡ് അവർക്കൊരു തമാശയായി മാറി. ആദ്യം അവർക്ക് ഭയങ്കര പേടിയാണെങ്കിൽ ഇപ്പോൾ അത് ഒരു രസവും കൗതുകകരമായ ഒരു കാര്യമായിട്ട് അവർക്കത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അറബികൾ പരിശോധനയ്ക്ക് വരുന്നതിൻ്റെ പിറ്റേന്ന് എല്ലാ രാജ്യത്തിൻ്റെയും എംബസി ജീവനക്കാർ തടവുപുള്ളികളുടെ വിമോചന പത്രങ്ങളുമായി എത്തും. തലേന്ന് കണ്ണുനീരിൻ്റെ ദിവസമാണെങ്കിൽ പിറ്റേന്ന് സന്തോഷത്തിൻ്റെ ദിവസമായിരിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ ദുഃഖമുള്ള ദിവസമാണെങ്കിൽ ചിലപ്പോൾ ആ അറബികൾ വന്ന് അവരെ പിടിച്ചുകൊണ്ട് പോകാം. പക്ഷേ അതിൽ രക്ഷപ്പെട്ട് പിറ്റേ ദിവസം എംബസിയിൽ നിന്ന് ആളുകൾ വരുന്ന ദിവസമാണ്. അത് സന്തോഷത്തിൻ്റെ ദിവസമായിരിക്കും. എക്സിറ്റ് പാസ് ശരിയായവരുടെ പേരുകൾ വിളിക്കും. നീണ്ട കാലത്തെ യാതനയിൽ നിന്നുള്ള അവസാനത്തെ വിടുതലാണ് ആ പേരുവിളി. പേരുവിളി കഴിഞ്ഞ് ഉദ്യോഗസ്ഥർ ജയിലധികാരികളുടെ മുറിയിലേക്ക് പോയി പേപ്പർ വർക്കുകൾ ശരിയാക്കുന്ന 5 മിനിറ്റ് സമയം യാത്ര പറച്ചിലിൻ്റെ നേരമാണ്. വളരെ സന്തോഷമുള്ള ദിനമാണ് പരേഡിൻ്റെ പിറ്റേ ദിവസം. തൻ്റെ പേര് വിളിക്കുകയാണെങ്കിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് സ്വന്തം നാട്ടിലേക്ക് പോരാൻ പറ്റുന്ന ഒരവസ്ഥ. അങ്ങനെ സുമേസി ജയിലിൽ ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ വല്ലാത്തൊരു ആദി നജീബിനുണ്ടായി. തനിക്ക് മുൻപേ വന്നവരും പിന്നാലെ വന്നവരുമൊക്കെ നാട്ടിലേക്ക് കയറിപ്പോയി കഴിഞ്ഞിരിക്കുന്നു. തൻ്റെ പേപ്പർ വർക്കുകൾ മാത്രമൊന്നും ശരിയാകുന്നില്ല. മാസം 4-5 കഴിഞ്ഞു. എല്ലാം ശരിയാകുമെന്ന് കുഞ്ഞിക്ക പറഞ്ഞത് പ്രകാരമാണ് പോലീസിൻ്റെ പിടിയിലേക്ക് സ്വയം നടന്നു കയറിച്ചെന്നത്. ശരിയാവും, കുഞ്ഞിക്കയെ വിശ്വസിച്ചേ പറ്റൂ. കുഞ്ഞിക്ക പറഞ്ഞിട്ടാണ് ജയിലിൽ സ്വയം ചെന്ന് കീഴടങ്ങുന്നത്. അപ്പോൾ എന്തായാലും ശരിയാകാതിരിക്കില്ല, കുഞ്ഞിക്കയെ വിശ്വസിച്ചേ പറ്റൂ എന്ന് നജീബ് ചിന്തിക്കുകയാണ്. അന്ന് അറബികൾ വരുന്ന ഒരു ദിവസമായിരുന്നു, പരേഡ് ദിവസമാണ്. വരിയിൽ നിന്ന് നജീബ് ഹമീദിനോട് സംസാരിക്കുന്നു. പെട്ടെന്ന് ഹമീദിൻ്റെ മുഖഭാവം മാറി. പിന്നെ പതിഞ്ഞ ശബ്ദത്തിൽ എൻ്റെ നജീബേ എന്നൊരു വിളി വിളിച്ചു. ഒരൊറ്റ വിളിയിൽ എല്ലാ വികാരങ്ങളും ഒന്നിച്ച് സമ്മേളിക്കുവാനാവുമെന്ന് അന്നാണ് എനിക്ക് മനസ്സിലായത്. ലോകത്തിൽ ഒരു കലാകാരനും പുനരാവിഷ്കരിക്കാൻ കഴിയാത്ത ജീവിതത്തിൻ്റെ ഒരു പച്ച നിമിഷം. അറബി എത്തും മുമ്പ് ഹമീദ് വലിയ വായിൽ നിലവിളിച്ചു.
അതുകൊണ്ട് തന്നെ അറബിക്ക് തൻ്റെ ഇരയെ അന്വേഷിച്ച് ഏറെ അലയേണ്ടി വന്നില്ല. ആ വന്നിരിക്കുന്ന അറബി ഹമീദിൻ്റെ അറബിയായിരുന്നു. അതവന് കണ്ടപ്പോഴേ മനസ്സിലായി. അതുകൊണ്ടാണ് എൻ്റെ നജീബെ എന്നവൻ വിളിച്ചത്. അയാൾ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ അവൻ വലിയ വായിൽ നിലവിളിക്കുകയും ചെയ്തു. അതോടെ അയാൾക്ക് തൻ്റെ ഇരയെ കിട്ടി. ഹമീദിൻ്റെ മുഖം കണ്ടതും അയാൾ ഒരു ചീറ്റ പുലിയെ പോലെയാണ് അവൻ്റെ മേൽ ചാടി വീണത്. എന്നിട്ട് പൊതിരെ അവനെ തല്ലുന്നു. ഹമീദ് അലറിക്കരഞ്ഞെങ്കിലും അറബി അവനെ വലിച്ചിഴച്ച് വാർഡൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോയി. അന്നാണ് തൻ്റെ കൂട്ടുകാരനായ ഹമീദിനെ നജീബ് അവസാനമായി കാണുന്നത്. വളരെ കുറച്ച് ദിവസത്തെ പരിചയം, ഏറെ സൗഹൃദം, അതായിരുന്നു നജീബിന് ഹമീദ്. അറബിയുടെ തോട്ടത്തിലെ കൃഷിപ്പണിയും ക്രൂരമർദ്ദനവും സഹിക്കാനാവാതെ ഒളിച്ചോടിയവനായിരുന്നു ഹമീദ്. നജീബിനെ പോലെ തന്നെ അറബി വളരെയധികം ഉപദ്രവിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഹമീദ്. എന്നാൽ പിറ്റേന്നായിരുന്നു വലിയ സങ്കടം. അന്ന് എംബസി ഉദ്യോഗസ്ഥർ വന്നപ്പോൾ ആദ്യം വിളിച്ച പേര് നമ്മുടെ ഹമീദിൻ്റേതായിരുന്നു. ഹമീദ് ജയിലിൽ നിന്ന് പോയതോടെ നജീബ് ഒറ്റപ്പെടുകയാണ്. ഹമീദിൻ്റെ നഷ്ടം അയാൾക്ക് ഉന്മേഷത്തിൻ്റെ നഷ്ടം കൂടിയായിരുന്നു. തൻ്റെ സുഹൃത്ത്, വളരെ കുറച്ച് നാളത്തെ പരിചയമുള്ള, പക്ഷേ എന്നാലും വളരെ അടുത്ത സുഹൃത്തായിട്ട് നജീബും ഹമീദും മാറിയിരുന്നു. അതവന് നജീബിന് ഹമീദിൻ്റെ ആ പോക്ക് വളരെയധികം ദുഃഖമാണ് സമ്മാനിച്ചത്. ദിവസങ്ങൾ കടന്നു പോകവേ അറബി പരിശോധനയ്ക്ക് വരുന്ന ദിവസം നജീബ് നിർവികാരനായി വരിയിൽ നിൽക്കുകയാണ്. പെട്ടെന്ന് വരിയുടെ അങ്ങേത്തലക്കൽ ഒരു മുഖം കണ്ടതും അയാളുടെ ഉള്ളിലൂടെ ഒരു കൊടും വെള്ളിയിടി പാഞ്ഞുപോയി. അതാ നമ്മുടെ നജീബിൻ്റെ അറബിയാണ് വരുന്നത്. കണ്ടപ്പോൾ തന്നെ നജീബിന് മനസ്സിലായി, ഇനി ഒരിക്കലും കണ്ടുമുട്ടില്ലെന്നും ഇനി ഒരിക്കലും തന്നെ തേടി വരില്ലെന്നും നജീബ് ദൃഢമായി വിശ്വസിച്ചിരുന്ന തൻ്റെ സ്വന്തം അർബാബ്, അതായത് അയാളുടെ ഉടമസ്ഥൻ, അതാ വന്നിരിക്കുന്നു. 4 വർഷം മുമ്പ് റിയാദ് എയർപോർട്ടിൽ വെച്ച് ആദ്യമായി കണ്ട തൻ്റെ അർബാബ് ഭീതി കൊണ്ട് തല കറങ്ങുന്നതായി നജീബിന് തോന്നി. താഴെ വീഴാതിരിക്കാൻ അയാൾ തൊട്ടടുത്ത് നിന്നിരുന്ന ആളുടെ കയ്യിൽ കയറി പിടിച്ചു. ഇത്രയും ഭാഗമാണ് ആടുജീവിതത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ജീവിതാനുഭവങ്ങളുടെ തീവ്രമായ അവതരണമാണ് ആടുജീവിതം എന്ന നോവലിൽ കാണുന്നത്. മലയാള നോവലിൻ്റെ ചരിത്രത്തിൽ ശ്രദ്ധേയമായ ഒരു സ്ഥാനം കരസ്ഥമാക്കിയ നോവലാണ് ബെന്യാമിൻ്റെ ആടുജീവിതം. ആടുജീവിതത്തിലെ നജീബ് മലയാള നോവൽ സാഹിത്യത്തിലെ മറക്കാനാവാത്ത ഒരു കഥാപാത്രമാണ്. സ്വന്തം അനുഭവങ്ങളാണ് ഈ കഥാപാത്രത്തെ വ്യത്യസ്തനാക്കുന്നത്. അധികം മനുഷ്യർ നീന്തിക്കടക്കാത്ത ദുരന്ത സാഗരമാണ് അയാൾ നീന്തിക്കടന്നത്. ജീവിതത്തിനും മരണത്തിനുമിടയിൽ ഉയലാടുന്ന നജീബ് മൃഗജീവിതത്തേക്കാൾ താഴ്ന്ന ജീവിതത്തിലേക്കാണ് ചെന്ന് വീഴുന്നത്. 3 വർഷത്തിലധികം മസറയിൽ കഴിഞ്ഞ അയാൾ മനുഷ്യനെന്നതിനേക്കാൾ ആടുജന്മമായി മാറിയിരുന്നു. ആടുകൾ ഒരിക്കലും ഉയരത്തിലുള്ള ആകാശം കാണാറില്ല. അവരുടെ സ്വപ്നങ്ങളിൽ പുത്തൻ പ്രതീക്ഷകളില്ല. താഴേക്ക് മാത്രം നോക്കി ജീവിക്കുന്ന ആടിനെ പോലെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം കുഴിച്ചുമൂടി ജീവിക്കാൻ വിധിക്കപ്പെടുന്ന നജീബിൻ്റെ നിയോഗം മറ്റൊന്നായിരുന്നു. ഓരോ മനുഷ്യജന്മത്തിനും ഓരോ നിയോഗമുണ്ട് എന്ന് വിശ്വസിക്കുന്ന എഴുത്തുകാരൻ നജീബിൻ്റെ വിധിയും നിയോഗവും ആത്മബലിയും രേഖപ്പെടുത്തുകയാണ് ഈ നോവലിൽ ചെയ്തിരിക്കുന്നത്. ആടുജീവിതം ഒരു കൽപ്പിത കഥയല്ലെന്ന് നോവലിസ്റ്റ് തന്നെ പറയുന്നുണ്ട്. പക്ഷേ കെട്ടുകഥകളെ വെല്ലുന്നതാണ് ഈ നോവലിലെ പ്രധാന കഥാപാത്രമായിട്ടുള്ള നജീബിൻ്റെ ജീവിതാനുഭവങ്ങൾ. ലളിതമായ ഭാഷയിൽ പക്ഷേ കുപ്പിച്ചുല്ല് പോലെ ഹൃദയത്തിലേക്ക് കുത്തിക്കയറും ചെറിയ വാക്കുകൾ കൊണ്ട് സങ്കീർണവും സൂക്ഷ്മവുമായ ഭാവചലനങ്ങൾ ബെന്യാമിൻ ഈ നോവലിൽ വരച്ചിടുന്നു. അടുത്തിരിക്കുന്ന ആളോട് നേരിട്ട് കഥ പറയുന്ന മറ്റുള്ള ആഖ്യാനം ഈ നോവലിനെ മനോഹരമാക്കിയിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. മറ്റൊരു പാഠവുമായി അടുത്ത ദിവസം കാണാം. താങ്ക് യു.